പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമുക്കൊരു കഥയിൽ തുടങ്ങാം. ഒരിക്കൽ ഒരാൾ വീട് വെക്കാൻ ഒരുങ്ങുകയാണ്. അയാൾ വീട് വെക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ വീട് വെക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കൊക്കെ കുറേ ഒരുക്കങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ ഒരുക്കങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഇയാൾ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അയാൾ എന്ത് കാര്യമുണ്ടെങ്കിലും, അയാളുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരുവേ, ഞാനൊരു വീട് വെക്കാൻ പോവാണ്. അപ്പോൾ എനിക്കെൻ്റെ വീട് സ്വർഗമാക്കി മാറ്റണം. എനിക്കെൻ്റെ വീട് സ്വർഗമാക്കി മാറ്റണം. നമ്മുടെയൊക്കെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മളൊക്കെ വീട് എന്താവണം? സ്വർഗമാവണം. അപ്പോൾ സ്വർഗമാക്കി മാറ്റി നരകമാക്കാതിരിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഗുരുവിൻ്റെ അടുത്ത്. അപ്പോൾ ഗുരു പറഞ്ഞു, അതിന് നീ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ടോ എന്ന്. മറുപടി ആയിക്കൊണ്ട് തിരിച്ചു ഗുരു ഒരു ചോദ്യം തന്നെ ചോദിക്കുകയാണ്, നീ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ടോ? സ്വർഗവും നരകവും കണ്ടിട്ടുണ്ടെങ്കിലല്ലേ എങ്ങനെയാ സ്വർഗമാക്കി മാറ്റുക, എങ്ങനെയാ നരകമാക്കി മാറ്റുക എന്നത് നിനക്കറിയുള്ളൂ എന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇല്ല ഗുരുവേ, തീർച്ചയായിട്ടും ഞാൻ സ്വർഗവും നരകവും കണ്ടിട്ടില്ല. അപ്പോൾ ഗുരു പറയും, എങ്കിൽ നീ സ്വർഗവും നരകവും കണ്ടിട്ട് വാ, കഥയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചു. അങ്ങനെ ഇയാൾ സ്വർഗവും നരകവും കാണാൻ വേണ്ടിയിട്ട് പോവാണേ. എല്ലാവരും ഇവിടെ അല്ലേ? അയാളുടെ കൂടെ കുറച്ച് നേരം നമുക്കും സ്വർഗവും നരകവും കാണാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ അയാളിങ്ങനെ നടന്ന് കുറേ ദൂരത്തെത്തി. ഇതാണ് സ്വർഗം, ഇതാണ് നരകം എന്ന് പറഞ്ഞുകൊണ്ട് 2 മുറികൾ, 2 റൂംസ് ഗുരു കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ മുറിയുടെ അരികിലെത്തി. ആദ്യത്തെ മുറിക്ക് വാതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല, ജനാല മാത്രമേ ഉള്ളൂ. 2 മുറിക്കും വാതിലുകളില്ല, ജനാലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ മുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, ഇതാണ് നരകം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നതാണ് നരകം. ശരിക്ക് വിശദമായി കണ്ടോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. പുറത്തേന്ന് ജനാലയ്ക്കുള്ളിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ വിശാലമായൊരു മുറിയാണ്. ഒന്നുമില്ലാത്ത വിശാലമായ, മനുഷ്യന്മാരൊന്നും ഇല്ലാത്ത വിശാലമായ ഒരു മുറി. ഈ മുറിയുടെ ഉള്ളിൽ, മുറിക്കകത്ത് വലിയൊരു തീന്മേശയുണ്ട്, വലിയൊരു ഡൈനിങ് ടേബിള്. ഈ ഡൈനിങ് ടേബിളിലാണെങ്കിൽ നിറയെ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. കുറേ പാത്രങ്ങളിൽ, കുറേ തളികകളിൽ വിഭവ സമൃദ്ധമായി ആഹാരപാനീയങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഭൂമിയിൽ അവൈലബിൾ ആയ ഇന്ന് ലഭിക്കുന്ന എല്ലാ ആഹാരപാനീയങ്ങളും അവിടെ ഉണ്ട്. അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കെ പെട്ടെന്നൊരു ബെല്ലടി കേട്ടു. ബെല്ലടി കേട്ട് കഴിഞ്ഞപ്പോൾ കുറേ ആളുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഈ ഡൈനിങ് ഹാളിലേക്ക്, ഈ ഡൈനിങ് ടേബിളിൻ്റെ അരികിലേക്ക്, ഈ തീൻ മേശയുടെ അരികിലേക്ക് നടന്നു വരുന്നുണ്ട്. കുറേ ആളുകൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. പക്ഷേ ഈ നടന്നു വരുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഇവരുടെയൊക്കെ കൈകളില്ലേ, 2 കൈകളും പരസ്പരം ഒരു നീണ്ട ഇരുമ്പ് ദണ്ടിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട്. 2 കൈകളും ശരീരത്തിൽ നിന്നും നിവർത്തി ഒരു ഇരുമ്പ് ദണ്ടിലേക്ക് ഇങ്ങനെ കെട്ടിവെച്ച രൂപത്തിലുള്ളത്. അപ്പം ഇങ്ങനെയാണ് എല്ലാവരും നടന്നു വരുന്നത്. 2 കൈകളും ഇരുമ്പ് ദണ്ടിൽ ഇങ്ങനെ കെട്ടിവെച്ച രൂപത്തിലാണ് എല്ലാവരും നടന്നു വരുന്നത്. എല്ലാവരും വന്നു, തീൻമേശയുടെ അരികിലെത്തി. മേശപ്പുറത്ത് ഇങ്ങനെ സൈഡിലെ മേശയുടെ ചുറ്റും ഇങ്ങനെ നിന്നിട്ട് ഭക്ഷണത്തിലേക്ക് ഓരോന്നിലേക്കും ഇങ്ങനെ നോക്കി നിന്നു. എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ട്. പക്ഷേ ഒരാൾക്കും ആ ഭക്ഷണത്തിൽ നിന്ന്, ആ പാനീയങ്ങളിൽ നിന്ന് ഒരല്പം പോലും എടുത്ത് കഴിക്കാൻ പറ്റിയില്ല. കഴിക്കാൻ പറ്റുമോ? പറ്റുമോ? കാരണം എന്താ? കൈ എവിടെയുള്ളേ? കൈ 2 കൈകളും എക്സാക്ട്ലി 2 കൈകളും ആ ഇരുമ്പ് ദണ്ടിൽ ഇങ്ങനെ കെട്ടിവെച്ച രൂപത്തിലാണ് ഉള്ളത്. കഴിക്കാൻ പറ്റില്ലല്ലോ, കാരണം കൈ ഇങ്ങനെ മടക്കണം, വായിലേക്ക് കൈ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ജോയിൻ്റ് മടക്കാൻ പറ്റണം. ആരും ഭക്ഷണം കഴിച്ചില്ല. കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വെള്ളം ഇറക്കി ആ ഭക്ഷണമൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ബെല്ലടിച്ചു, വീണ്ടും ബെല്ലടിച്ചു. എല്ലാവരും മടങ്ങി പോവുകയും ചെയ്തു. പിന്നെ ഗുരു പറഞ്ഞു, ഇതാണ് നരകം, കണ്ടല്ലോ, ഇനി നമുക്ക് സ്വർഗം കാണാൻ പോവാം. തൊട്ടപ്പുറത്തെ റൂമാണ് സ്വർഗം. അവിടെയും ചെന്ന് നിന്നു. വാതിലുകളൊന്നുമില്ല. ജനാലയ്ക്കുള്ളിലൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ നരകം പോലെ തന്നെ വിശാലമായ മുറിയാണ്. ആ മുറിയുടെ നടുവിൽ അത്രയേറെ വിശാലമായ ഒരു
ഡൈനിങ് ടേബിൾ ഉണ്ട്, തീന്മേശയുണ്ട്. തീന്മേശ നിറയെ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. എന്താണോ നരകത്തിൽ കണ്ടത് അതുപോലെ തന്നെ തളികകൾ നിറയെ ഭക്ഷണപാനീയങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. വിഭവസമൃദ്ധമായ ആഹാരപാനീയങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെയും ബെല്ലടിച്ചു. അപ്പോൾ ഇയാളിങ്ങനെ നോക്കി നിൽക്കുക. എല്ലാവരുടെയും കൈ ഇരുമ്പ് ദണ്ടിൽ വെച്ചിട്ടല്ലേ നരകത്തിൽ വന്നത്, ഇവിടെ എന്തായാലും ഇരുമ്പ് ദണ്ടൊന്നും ഉണ്ടാവില്ല, സ്വർഗല്ലേ എന്ന്. ബെല്ലടി കേട്ടതും ഓരോ ആളുകളും ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. പക്ഷേ ഉണ്ടല്ലോ, വന്ന ഓരോ മനുഷ്യരുടെയും കൈകൾ നരകത്തിൽ കണ്ട അതേപോലെ, നരകത്തിൽ എന്താണോ കണ്ടത് അതുപോലെ ഇവരുടെ ഓരോരുത്തരുടെയും കൈകൾ ഇരുമ്പ് ദണ്ടിലേക്ക് ഇങ്ങനെ ചേർത്ത് കെട്ടിവെച്ച രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തുനിന്ന് കാണുന്ന ഈ മനുഷ്യന് സങ്കടമായി. നരകത്തിലോ മുഴുവൻ ഭക്ഷണം വേസ്റ്റായി. ഒരംശം പോലും ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്വർഗവും ഇങ്ങനെ തന്നെ ആവോ പടച്ചോനേന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓരോരുത്തരായിട്ട് വന്ന് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ആ തീന്മേശയിലുള്ള ഓരോ ഭക്ഷണവും ഒരംശം പോലും ബാക്കിയാവാതെ അവരെല്ലാവരും വയറ് നിറയെ കഴിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗുരു ചേർത്ത് പിടിച്ചിട്ട് ഇയാളെടുത്ത് ചോദിച്ചു, നിനക്ക് എന്താണ് ഇപ്പോൾ മനസ്സിലായത് എന്ന്? എങ്ങനെയായിരിക്കും പ്രിയപ്പെട്ട കുടുംബക്കാരെ, പ്രിയപ്പെട്ട മഹല്ലുകാരെ, എങ്ങനെയായിരിക്കും സ്വർഗനിവാസികൾ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക? വെരി ഗുഡ്, ഉത്തരം പറഞ്ഞു അല്ലേ? എല്ലാവരും ഉള്ളിലുണ്ട്. കൈകൾ ഇങ്ങനെയാവുമ്പോൾ സ്വന്തം വായിലേക്ക് മാത്രമേ അത് മടക്കി വയ്ക്കാൻ കഴിയാതെ വരുള്ളൂ. പക്ഷേ കൈ മടങ്ങാതെയും തൊട്ടരികിലുള്ള ആളുടെ വായിലേക്ക് ഭക്ഷണം വച്ചു കൊടുക്കാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ട് എല്ലാവരും അവരവരുടെ വയറ് നിറച്ചു. ഇത് കഴിഞ്ഞ് ഗുരു ഒരു ഉപദേശം നൽകുന്നുണ്ട്. എല്ലാ മനുഷ്യന്മാരുടെയും സാഹചര്യം ഒന്നാണ് അല്ലേ? എല്ലാ മനുഷ്യന്മാരുടെയും വീടുണ്ടാക്കുന്നത് ഒരുപോലെ തന്നെയാണ്. സംഗതിയൊക്കെ അതിൻ്റെ ബേസ് എന്താ? കല്ലും മണലും സിമൻറ്റും ഒക്കെ തന്നെയായിരിക്കും, ഇരുമ്പും ഒക്കെ തന്നെയായിരിക്കും. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് മനുഷ്യന്മാരെന്നാണ്. ബിൽഡിങ് ഒരുപോലെയാണ്, ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ താമസിക്കുന്നതും മനുഷ്യന്മാരാണ്. പക്ഷെ ഉണ്ടല്ലോ, ഒരേ സാഹചര്യം, ഒരേ ചുറ്റുപാട്, ഒരേ സാഹചര്യവും ഒരേ ചുറ്റുപാടുമായിരുന്നിട്ടും ഒരു മുറിക്കകം നരകവും മറുമുറിക്കകം സ്വർഗവുമാക്കി മാറ്റിയത് അതിനകത്തുള്ള മനുഷ്യന്മാരാണ്. അല്ലെങ്കിൽ ആ മനുഷ്യന്മാരുടെ ചിന്തയാണ്, മനസ്സാണ്, ഇടപെടലാണ്, പെരുമാറ്റമാണ്. ഇത് തന്നെയാണ് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊത്തിവെച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്ന, പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ആദ്യത്തെ ഗുണപാഠം എന്ന് പറയുന്നത്. സാഹചര്യമൊക്കെ കൂടെ മാറിയിട്ട്, ചുറ്റുപാടെല്ലാം കൂടെ മാറിയിട്ട് എൻ്റെ പുര സ്വർഗാക്കാം, എൻ്റെ പുര സ്വർഗതുല്യമാക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ബുർജ് ഖലീഫൻ്റെ ഏറ്റവും മുകളിൽ വീട് വേണമെന്നുണ്ടോ സ്വർഗാവാന്? അല്ലെങ്കിൽ ഭൂമിയിൽ ഏറ്റവും വലിയ കൊട്ടാരം വേണമെന്നുണ്ടോ സ്വർഗാവാന്? അല്ലെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജികളും ഉണ്ടായിട്ട് വേണോ വീട് സ്വർഗമാവാന്? വേണ്ട. ഇനി ഇതൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ടും കാര്യമില്ല. രാത്രി ഉറക്കം വരണമെങ്കിൽ നമ്മളെ പുരയ്ക്ക് കയറണം അല്ലേ? ഇല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. അത് മാറാൻ പോവാണ് കുറച്ച് വർഷങ്ങൾ കൊണ്ട്. ആ സ്ഥാനം വേറൊരു രാജ്യം കൊണ്ടുപോകും. അപ്പോൾ ഈ ബുർജ് ഖലീഫയുടെ ഏറ്റവും മുകളിൽ ഏറ്റവും റെൻ്റുള്ള റൂമുകളുണ്ട്. അവിടെ ഒരു റൂം നമുക്ക് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. സ്വസ്ഥതയായിട്ടും സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പുരയ്ക്ക് വരണം അല്ലേ? ഹൈ അല്ലേ ഇണ്ണികളെ, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞേ, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. സംഗതി എല്ലാവരും ഇങ്ങനെ ഇരുന്നപ്പോഴേ ചൂടെടുക്കണുണ്ട്. പിന്നെ ബിരിയാണിയോ നെയ്ച്ചോറ് എന്താ കഴിച്ചേ? അസലായി, നല്ല നെയ്യും പിന്നെ അതിൻ്റെ കൂടെയുള്ള ഓയിലുകളും ഐറ്റംസൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ നെയ്ച്ചോറ് കഴിച്ചാൽ ഉറക്കം വരൂലേ?
നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാ? അപ്പം ചൂട് നെയ്ച്ചോറ്, പിന്നെ ഇന്നലത്തെ ഇതേ സമയം എന്തേനു പരിപാടി? ഇന്നലെ ഇതേ സമയം എന്തേനു പരിപാടി? ഫുഡൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വാവോ ഉറങ്ങല്ലായിരുന്നാ അല്ലേ? അപ്പം ഇന്നലെ വാവോ ഉറങ്ങായതുകൊണ്ട് ഇന്നും അതേ സമയമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ളൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഈ ബയോളജിക്കൽ ക്ലോക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. 2-3 ദിവസം നമ്മൾ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്താൽ 4ാമത്തെ ദിവസം അതേ സമയമാവുമ്പോൾ അതേ കാര്യം ചെയ്യുവാൻ ശരീരം നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇന്നലെ ഉറങ്ങായതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഉറക്കം വരുമെന്ന് ഇല്ലേ? ക്ലിനിക്കിൽ കൗൺസിലിങ്ങിനൊക്കെ ആളുകൾ വരുമ്പോഴേ ഈ സമയത്ത് കേസ് എടുത്തു കഴിഞ്ഞാൽ ഓല പ്രശ്നങ്ങൾ തന്നെയായിരിക്കും പറയണത്. അതിൻ്റെ ഇടയിൽ കൂടെ 1 മണിക്കൂറിലൊരു മിനിമം അല്ലെങ്കിൽ ആവറേജ് ഒരു 150 തവണ കോട്ടുപാട്ടിട്ടുണ്ടാവും. കാരണം എന്താ? കഴിഞ്ഞ ദിവസം ഇതേ സമയം ഉറങ്ങിയിരുന്നു. അപ്പം ആരെയും കുറ്റപ്പെടുത്തല്ല, ഉറക്കം വരേണ്ട സാഹചര്യമാണ്. ഉറക്കത്തെ വീണ്ടും മാടി വിളിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് തന്ന സമയം എപ്പോഴാ? മനസ്സിലായില്ലേ? എനിക്ക് കിട്ടിയ സമയം ഇപ്പോഴാണ്. അപ്പം ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിയാൽ ശരിയാവുമോ? അപ്പം നിങ്ങളൊക്കെ ഉറങ്ങിയാൽ ഞാനും ഉറങ്ങും. ഉറക്കത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്ത്? ഒരാൾ കോട്ടുവാ ഇട്ടാല് അപ്പം ഈ കണ്ട മനുഷ്യന്മാരൊക്കെ കൂടെ എൻ്റെ മുഖത്ത് നോക്കി കോട്ടുവാട്ടുള്ള അവസ്ഥകൾ ആലോചിച്ച് നോക്കി. എൻ്റെ തമ്പുരാനെ, ശരിയാവോ? ഇല്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ തലയൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഇളക്കുക. ചെറിയ മൂമെൻറ്റ് മതി അല്ലേ? ഇല്ലേ നോക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ, ഉണ്ടോ നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത്ര പണിയുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മളെ കഴുത്തിലേ കുറച്ച് എല്ലുകളുണ്ട്. ഈ എല്ലുകൾ കുറേ സമയം ഇങ്ങനെ തന്നെ നിന്നാൽ പിന്നെ പുരേ പോയി മൂപ്പര് വിളിക്കുമ്പോഴേ എന്താന്ന് വെച്ചിട്ട് ശരീരം ഒന്നായിട്ട് തിരിയേണ്ടി വരും. കഴുത്ത് പിന്നെ അനങ്ങൂല. എന്തേ എൻ്റെ കഴുത്തിന് പറ്റി? ക്ലാസ്സിന് പോയി എൻ്റെ കഴുത്ത് കേടെന്നോന്ന് ചോദിക്കും മൂപ്പര്. അപ്പോൾ കഴുത്ത് ഈ സെർവൈക്കൽ ബോൺസിൻ്റെ നല്ല മൂവ്മെൻറ്റ്സിന്, അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ ഓയിൽസും അതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസിൻ്റെ ഒക്കെ ആ മൂവ്മെൻറ്റിനൊക്കെ ഏറ്റവും നല്ലത് ഇടയ്ക്കൊന്ന് മൂവ് ആക്കണതാ. അപ്പം നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും, എനിക്ക് നിങ്ങളെ കൂടെ കൂടാനും പറ്റും. അപ്പോൾ ഒക്കെ ഇവിടെ അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ വീടിനെ സ്വർഗമാക്കി മാറ്റുന്നതും നരകമാക്കി മാറ്റുന്നതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ വീടിനെ സ്വർഗമാക്കിയിട്ടേ കാര്യമുള്ളൂ. എന്നാലേ ഈ ഭൂമിയിലെ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരമപ്രധാനമായ ജീവിത ലക്ഷ്യങ്ങളിലൊന്ന് പരലോകമോക്ഷം തന്നെയാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അവല് സുബഹിക്ക് ഏത് തണുപ്പ് കാലത്തും ഏത് ഫാനും AC ഒക്കെ ഇട്ട് കിടക്കുകയാണെങ്കിലും ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉണരും അല്ലേ? മൂടി പൊതിച്ചുറങ്ങാൻ തന്നെയല്ലേ പൂതി ഉണ്ടാവുക? അത്രയും തണുപ്പ്, അത്രയും ശക്തമായ മഴ, നല്ല കാലാവസ്ഥ. ആ പുതപ്പ് ഒന്നും കൂടെ തലൻ്റെ മുകളിൽ കൂടെ ഇട്ട് സുഖമായി കിടന്നുറങ്ങാൻ പറ്റിയ നേരം ഇല്ലേ? പക്ഷെ നമുക്ക് കിടക്കാൻ തോന്നൂല അല്ലേ? ആലോചിച്ച് നോക്കി, ആ പുതപ്പ് അറിയാണ്ട് അങ്ങ് മാറ്റിയിട്ട് നമ്മൾ എഴുന്നേൽക്കും. എഴുന്നേറ്റ് പോകുന്നത് അതിനേക്കാൾ തണുപ്പുള്ള വെള്ളം എടുത്തിട്ട് മുഖം കഴുകാനാ. മുഖം മാത്രം കഴുകിയാൽ പോരാ, ഉളു എടുക്കണം. തണുപ്പിൻ്റെ സെൻസേഷൻ അറിയുന്ന എല്ലാ ഭാഗങ്ങളും, ഏറ്റവും കൂടുതൽ അറിയുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ കഴുകി നമസ്കാര പായയിലേക്ക് അടുക്കുക. പടച്ചോൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴാണ്. ഇത് പരലോക മോക്ഷം കാംക്ഷിച്ചിട്ടല്ലാണ്ട് വേറെ എന്തിനാ? ആ നേരം ആര് വന്ന് മാർക്കിടാനാ? അമ്മായിമ്മ വന്ന് നോക്കോ, ആ ഓള് സുബഹിസ്കരിക്കണുണ്ടോന്ന്? ഇല്ല. ഉമ്മയും വാപ്പയെ അറിയോ? ആ ഓ സുബഹിസ്കരിക്കണുണ്ടോന്ന്? ഇല്ല. മക്കൾ ആരും അറിയുന്നില്ല. ആ സമയത്ത് നമ്മുടേതായ ഇടങ്ങളിൽ, നമ്മുടെ സ്വകാര്യമായ സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മൾ നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, പരലോകമോക്ഷം. കഠിനാധ്വാനം ചെയ്യാണ്. കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ ആർക്കും ഈ മൂച്ചുമെന്ന് പറിച്ചെടുക്കണ പോലെ കിട്ടൂല. പൈസ കിട്ടൂലല്ലോ. മരത്തുമെന്ന് ഇവിടെ ആരും മരത്തുമെന്ന് പറിച്ചെടുക്കണില്ലല്ലോ. ഹൈ ഉണ്ടോ? നിങ്ങളെ മഹലിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലേ? ഒരു ഭൂമിയിലും ഇല്ലല്ലോ. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത്, സ്മാർട്ട് വർക്ക് ചെയ്ത്, കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്ന നമ്മുടെ പൈസ ഇല്ലേ, നമ്മുടെ സ്വത്ത്, നമ്മളെ സമ്പത്ത്, ഇത് ഇടത് കൈ അറിയാണ്ട് ഇങ്ങനെ വലത് കൈ കൊണ്ട് കൊടുക്കണമെങ്കിലേ കുറച്ച് ഹൃദയവിശാലത ഉണ്ടാവണം അല്ലേ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുറച്ച്
അത്യാഗ്രഹമില്ലാത്ത, അല്ലെങ്കിൽ സഹജീവി അനുകമ്പയും സ്നേഹവും കാരുണ്യവും ഒക്കെ ഉള്ള നല്ലൊരു ഹൃദയം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യണത് എന്തിനാ? ആരെയും ബോധ്യപ്പെടുത്താനല്ല, ഒരാളുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. നമുക്ക് കിട്ടാനുള്ളത് ആര് തരും? പടച്ചോൻ തരും. പടച്ചോന് നമുക്ക് തരാനുള്ളത് തരുമെന്ന വിശ്വാസത്തിലാണ്, ആ പ്രാർത്ഥനയിലാണ്, സ്വീകരിക്കണമേ എന്ന ആത്മാർത്ഥമായ നെയ്യത്തിലാണ് നമ്മൾ ഈ ഇബാദത്തുകളെല്ലാം ചെയ്യുന്നത്. പടച്ചോൻ സ്വീകരിക്കുമാറാവട്ടെ. ഇതിൻ്റെ കൂടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വശത്ത് ഇബാദത്തുകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ, ഒരു വശത്ത് നിറയെ ഇബാദത്തുകളാണ്, സദാസമയം തസ്ബീഹ് കയ്യിലുണ്ടാവും, ദിക്റും സ്വലാത്തുകളൊക്കെ നാവിൽ ഇങ്ങനെ നമ്മൾ ഉരുവിടുന്നുണ്ടാവും. പക്ഷേ ഈ അമലുകളൊക്കെ നമ്മൾ പോലും അറിയാതെ മറുവശത്തുള്ള നമ്മുടെ ചില പ്രവൃത്തികൾ കാരണം, മറുവശത്തുള്ള അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോകുന്ന ഡെയിലി ലൈഫിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന ചില കർമ്മങ്ങൾ കൊണ്ട്, ചില കാര്യങ്ങൾ കൊണ്ട് ഇല്ലാതെയാവുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ. കാരണം ഇത് രണ്ടും തൂക്കി നോക്കും ഇല്ലേ? അവിടെ ഒരു പ്രോസസ്സ് ഉണ്ട്. പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ വെറുതെ കമ്മട്ടത്തിന് സെലക്ട് ചെയ്ത് ഇടുകയല്ല, ജങ്ങോട്ട് പോയിക്കോ എന്നുള്ളതല്ല അല്ലേ. കമ്മട്ട പരിപാടി ഇല്ല. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനു പോലും പരിഹാരം ചോദിക്കുന്ന, അല്ലെങ്കിൽ പകരം ചോദിക്കുന്ന പറയണത് എവിടെ? ഇവിടെ അല്ല, ഹിയർ ആഫ്റ്റർ. മരണശേഷം നമ്മൾ ചെല്ലുന്നൊരു ലോകമുണ്ട്, പരലോകം. അവിടെ ഭൂമിയിൽ കൊമ്പുള്ള ആട്, കൊമ്പുള്ള ആടിന് കൊമ്പുണ്ട്. കൊമ്പുള്ള ആടിനെ സംബന്ധിച്ച് നിരപരാധിയാണ്, അല്ലെങ്കിൽ അവിടെ തോറ്റുപോയവനാണ്. അവനെ തോൽപ്പിച്ച അല്ലെങ്കിൽ ഉപദ്രവിച്ച ഈ ആട് ഉണ്ട് എങ്കിൽ അതിന് പോലും അവിടെ പകരം ചോദിക്കുമെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഇന്നത്തെ ഒരു ദിവസം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്തു അല്ലേ? നിങ്ങട്ട് പോരുമ്പോൾ പോലും, ഈ പ്രോഗ്രാമിന് പോരുമ്പോൾ പോലും തല്ലുകൂടിയോലില്ലേ? വഴക്ക് കൂടിയവരില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാക്കുകൾ കൊണ്ട് പോരാട്ടം നടത്തിയവരില്ലേ? പിണങ്ങി പോന്നവരില്ലേ? അടിച്ചു പോന്നവരില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പോരുന്നത് എങ്ങട്ടാ? വയലിൽ വെക്കാൻ. ഇത് ദീനിൻ്റെ ഒരു സദസ്സാ. ഇവിടെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പടച്ചോൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുക. അവിടേക്ക് പുറപ്പെടുമ്പോൾ പോലും വഴക്കും പ്രശ്നങ്ങളും കുറുമ്പും കുശുമ്പും പുന്നായ്മയും ഒക്കെ ആയിട്ട് വരുന്ന നമ്മളുടെ അമലുകൾ, നമ്മുടെ ഓരോ അമലുകളും, നമ്മളിവിടെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന അമലുകൾ, അത് ഇവിടം കൊണ്ട് ഇല്ലാതെയാവുമ്പോൾ, അല്ലെങ്കിൽ രണ്ടും കനം തൂങ്ങുമ്പോൾ നമ്മുടെ അമലുകൾ കനം കുറഞ്ഞു പോകുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. പാടില്ല, ഒരിക്കലും പാടില്ല. അതില്ലാതിരിക്കുവാനും, പരലോകമോക്ഷം കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സംതൃപ്തിയൊക്കെ ഉള്ളൊരു ജീവിതം അല്ലേ? കുറേ പൈസ ഒന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല എണ്ണയാളെ, ഉണ്ടോ? ഒരു കാര്യമില്ല കേട്ടോ. വലിയ മുന്തിയ വണ്ടിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളേ, വിലപിടിപ്പുള്ള വണ്ടി, വലിയ കൊട്ടാരം പോലത്തെ വീട്. ആ വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കാനും യാത്ര ചെയ്യാനും ആ പുരേൻ്റെ ഉള്ളിൽ AC ഒക്കെ ഇട്ട് കിടന്നുറങ്ങാനും സമാധാനം സ്വസ്ഥത ഇല്ലെങ്കിൽ എന്തിനാണ് ആ വണ്ടി വീടൊക്കെ? എന്തിനാ? വേണ്ട. എൻ്റെ ക്ലിനിക്കിൽ അനുഭവങ്ങൾ അങ്ങനെയാ. വലിയ വണ്ടിയിലൊക്കെ വരും കൗൺസിലിങ്ങിന് ആൾക്കാരെ, വിലപിടിപ്പുള്ള, നാട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള വണ്ടിയിലൊക്കെ വരും. അവരെ നാട്ടിൽ ഏറ്റവും വലിയ പണക്കാരൊക്കെ ആയിരിക്കും. വന്ന് പറയുന്ന പരാതി എന്താണെന്നറിയോ? ഡോക്ടറെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായിക്കണമെന്ന്. ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. ഉറങ്ങണമെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് വേണം, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് വേണം, ഉറക്ക ഗുളികകൾ വേണം. നമ്മൾ മനസ്സിലാക്കുക, അതല്ല സ്വസ്ഥത. ചെറ്റക്കുടിലാണെങ്കിലും 4 ചുവരുകളും ഒരു മേൽക്കൂരയും മാത്രമുള്ള, വെയിലിൽ നിന്നും മഴയിൽ നിന്നും എന്നെ രക്ഷിക്കുക മാത്രം ചെയ്യുന്ന ഒരു കുഞ്ഞു കുടിലായിക്കോട്ടെ, അവിടെ കുറച്ച് വിശപ്പടക്കാൻ കുറച്ച് കഞ്ഞിവെള്ളവും ചമ്മന്തി മാത്രം ആയിക്കോട്ടെ, സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ, ഉറക്ക ഗുളിക കുടിക്കാതെ, ആൻറ്റി ഡിപ്രസൻസ് കഴിക്കാതെ, രാത്രി 10 മണിക്ക് കിടന്ന് 10:05 ആവുമ്പോഴത്തേന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയണം.
എൻ്റെ വീടാണ് സ്വർഗം. ആ വീടിനെയാ പടച്ചോൻ വിളിച്ചത് എന്തെന്നറിയോ? മസ്കൻ എന്ന്. ആ വീടിനെയാണ് പടച്ചോൻ പരിശുദ്ധ ഖുർആനിൽ അഭിസംബോധന ചെയ്യുന്നത് മസ്കൻ, ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള ഇടമെന്ന്. ആ ഇടം നമ്മൾ ആക്കി മാറ്റേണ്ടതുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വീടിനെ. കാരണം പടച്ചോൻ തരുന്ന വാഗ്ദാന. നമ്മൾ ആരും ഇട്ട പേരല്ല. ഹോം എന്ന ഇംഗ്ലീഷ് വാക്കുണ്ട് വീടിന്, ഹോം എന്നാണ് പറയാ. ഹോമിന്റെ അർത്ഥം എന്താണെന്നറിയോ? മിനിയേച്ചർ ഫോം ഓഫ് ഹെവൻ. ഹോം ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് ഹെവൻ. അതായത് സ്വർഗത്തിൻ്റെ ഒരു കുഞ്ഞു രൂപമാണ് വീടെന്ന്. സ്വർഗത്തിൻ്റെ കുഞ്ഞു രൂപമാണ്. ആ പരിശുദ്ധ ഖുർആനിലാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെയൊക്കെ വീട് മസ്കനാണ് കേട്ടോ, ഭൂമിയിൽ ഏറ്റവും സമാധാനമുള്ള ഇടാണ് കേട്ടോ എന്ന്. അപ്പോൾ പ്രിയപ്പെട്ട മഹല്ലുകാരെ, നമ്മളൊക്കെ ഇങ്ങനെ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് ആലോചിക്കണം, പഠിച്ചോനെ എൻ്റെ പുര മസ്കനാണോ, എൻ്റെ വീട് മസ്കനാണോ എന്ന്. അല്ലേ ആക്കാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. മസ്കനാക്കി മാറ്റാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും ക്ലിനിക്കിൽ ഈ പ്രയാസങ്ങളാണല്ലോ നമ്മുടെ പ്രശ്നം. ഇത് അനുഭവിച്ച് വരുന്ന മനുഷ്യന്മാർ പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനം ഞാൻ കഴിച്ചില്ല അല്ലേ, പരിഹാരമായി. പ്രശ്നവും പറഞ്ഞു, പ്രശ്നത്തിനുള്ള പരിഹാരവും കിട്ടി. എന്താ പരിഹാരം? പുരയിൽ സ്വസ്ഥത ഇല്ലേ, സമാധാനമില്ലേ, സന്തോഷമില്ലേ, സംതൃപ്തി ഇല്ലേ, ഓളും ഓനും നന്നായാൽ മതി, അത്ര പണിയുള്ളൂ. അപ്പോൾ ഓളെ നന്നാക്കി തരുമോ ഓനെ നന്നാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് വരുന്നവരാണെങ്കിലോ, അതാണ് ഏറെ തമാശയുള്ള മറ്റൊന്ന്. ഈ വരുന്ന മനുഷ്യന്മാരില്ലേ, ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഇരിക്കും, ചിലപ്പോൾ ഉമ്മയും ഉപ്പയായിരിക്കും, ചിലപ്പോൾ മക്കളും മാതാപിതാക്കളും ആയിരിക്കും, ചിലപ്പോഴൊക്കെ സഹോദരങ്ങളാ, മറ്റു ചില സമയങ്ങളിലൊക്കെ അയൽവാസികളാ, മറ്റു പലപ്പോഴും കൂട്ടുകാരാ. ഇങ്ങനെ പരസ്പരം സ്നേഹവും പരസ്പരം സങ്കടവും ദുഃഖവും സന്തോഷ സന്താപങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് താങ്ങും തണലുമായി മാറി ജീവിക്കേണ്ട മനുഷ്യന്മാർ വന്നിട്ട് പരാതി പറയാണ്, ഓള് നന്നായാലേ ഓന് നന്നായാലേ എൻ്റെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടുള്ളൂ എന്ന്. അപ്പോൾ പ്രിയപ്പെട്ട മഹല്ലുകാരെ, ഒരു ചോദ്യം, നമ്മളൊക്കെ ഈ ഓളുകളിലും ഓനുകളിലും പെടൂലേ? പെടുവോ? ഞാനല്ലേ ആ ഓള്, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവനല്ലേ ആ ഓന്? നമ്മൾ അത്ര ചിന്തിച്ചാൽ മതി. നാളെ ഒരു പക്ഷേ ഓളെ നന്നാക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നൗഷാദക്ക ഡോക്ടറെ അടുത്ത് പോവാതിരിക്കണമെങ്കിൽ ആര് നന്നാവണം? ഓളല്ല, ഞാൻ അല്ലേ, ഞാൻ നന്നാവണം. നാളെ മൂപ്പര് എൻ്റെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് ചെന്നിട്ട്, ഡോക്ടറെ ശരിയല്ല, നിങ്ങൾ നന്നാക്കി തരി, സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, സംതൃപ്തി ഇല്ല എന്ന് പറയണതിൻ്റെ മുമ്പേ ഞാൻ ഇന്നത് നന്നാക്കിയാൽ മതി അല്ലേ? അതും അല്ലെങ്കിൽ നാളെ ഞാൻ മൂപ്പരെയും പിടിച്ചു വലിച്ച് കൊണ്ടുപോയി, ഡോക്ടറെ നിങ്ങൾ മൂപ്പരെ ഒന്ന് നന്നാക്കി തരീന്ന് പറയുന്നതിൻ്റെ മുമ്പേ മൂപ്പര് നന്നായാൽ പോരെ? അൽഹംദുലില്ലാ, മൂപ്പര് നല്ലതാണ് കേട്ടാ, അൽഹംദുലില്ലാ, മൂപ്പര് 100ക്ക് 110 പറയും. ആര്? അപ്പുറത്തുള്ളൊരു താത്ത 36 മൂപ്പര്. അതേപോലെ 36 വാക്ക് ഞാൻ കടെടുക്കാണ്. എൻ്റെ മൂപ്പര് എന്താണ്? 100ക്ക് 110 എല്ലാവർക്കും പറയാൻ കഴിയുമോ? ഞങ്ങളൊക്കെ ഓനുമാര്, ഞങ്ങളൊക്കെ കെട്ടിയമാര്, ഞങ്ങളൊക്കെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെയൊക്കെ ഇണകള് 100ക്ക് 110 പറയാൻ പറ്റുമോ? ഈ ക്യാമറ നേരെ നിങ്ങളെ സൈഡിലേക്ക് തിരിക്കാം, അപ്പോൾ പറയാൻ പറ്റുമോ? അപ്പം തീരെ പറ്റൂല ഇല്ലേ? ക്യാമറ ഇല്ലെങ്കിൽ ഒപ്പിക്കാം, ക്യാമറ ഉണ്ടെങ്കിൽ പറ്റൂല ഡോക്ടറേ നാളെയെങ്കിൽ. പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിക്കണം, എവിടെയാ പിഴവ് പറ്റിയത്, എവിടെയാ മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ളത്. അപ്പോൾ ആ ഓനെയും ഓളെയും ശരിയാക്കുന്ന ഇടങ്ങളിലേക്കാണ് നമ്മൾ പോവേണ്ടത്. ഇന്നിവിടെ കൂടിയ നിങ്ങളുടെ മഹലിൻ്റെ എല്ലാ നന്മകളും ഞാൻ കേട്ടു. ആ മഹലിൽ ഒരു പ്രശ്നമില്ലാത്ത 250 വീടുകളല്ലേ? 286, 46, ഈ 246 വീടുകളും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വീടുകളായ എന്ത് രസമായിരിക്കും ഇല്ലേ? വിവാഹമോചനങ്ങളില്ല, കുടുംബ പ്രശ്നങ്ങളില്ല, പെണ്ണുങ്ങൾ തെറ്റിപ്പോവലില്ല, മാപ്പിള വേറെ പെണ്ണെട്ടലില്ല, കുട്ടികൾ ഒളിച്ചോടിപ്പോണില്ല. ഹൈ, എന്ത് രസമായിരിക്കൂലേ? ആക്കാൻ പറ്റുമോ നമുക്ക്? എന്ത് ക്ലാസ് ഇവിടെ വെച്ച് നിർത്താന്നോ?
ഹേ, ഞാൻ പോലെ എനിക്ക് എൻ്റെ സമയം തന്ന സമയം ഇവിടെ നിൽക്കാണ്ട് ഞാൻ പോണ പ്രശ്നമേ ഇല്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി വന്നതാ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുക അല്ലേ? ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ആ ഒരു മാറ്റം എന്താണ്? എനിക്കുള്ളൊരു നേട്ടമാണ്. ഒരാൾക്ക് വരുന്ന മാറ്റം അതെൻ്റെ നേട്ടമാണ്. ഇൻഷാ അല്ലാഹ് പടച്ചോൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത, അമ്മായിമ്മയും അമ്മായിമാൻ്റെ മരുമോളും തമ്മിൽ തല്ലുകൂടാത്ത, മാപ്പിളയും പെണ്ണുങ്ങളും തമ്മിൽ വഴക്കില്ലാത്ത, തെറ്റിപ്പോവാത്ത, പിന്നെയും കല്യാണം കഴിക്കാത്ത ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ ഉള്ള ഒരു മഹല്ല് കൂടി ആക്കി തീർക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ ഉണ്ടല്ലോ, ഭാര്യമാർ മാത്രമല്ല ഇവിടെ കൂടുതലുള്ളത്, ഭർത്താക്കന്മാർ പലരും ഇല്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കെട്ടിമാരൊക്കെ എവിടെ? ഗൾഫിലാ? പ്രവാസികളായതുകൊണ്ടാ അല്ലേ? അപ്പം ഇന്നിവിടെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ചെന്നിട്ട് ഓർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നോക്കി, ഞാൻ മാത്രം നന്നായിട്ട് കാര്യമല്ല, അവിടെ ഇങ്ങളെന്നെ എനിക്ക് വേണ്ടേ? മൂപ്പരെന്നെ വേണ്ട അവിടെയും? പൊന്നാര ഡോക്ടർ, അവിടുന്നെങ്കിലും ഞാനൊന്ന് കഴിച്ചിലായിക്കോട്ടെ എന്നാ? അല്ല, അവിടെയും മൂപ്പരെന്നെ മതി, ഇവിടെയും മൂപ്പരെന്നെ വേണം, അവിടെയും മൂപ്പരെന്നെ മതി. അതുകൊണ്ട് നിങ്ങളും കൂടെ മാറണട്ടോന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ലവളാവുക, ഏറ്റവും നല്ലവനാവുക എന്നതാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരമപ്രധാനമായ ലക്ഷ്യം. നല്ലത് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെയാണ് ഞാൻ എന്നെ നന്നാക്കുക എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ, നമ്മുടെയൊക്കെ ജന്മം തന്നെയാണ്, നമ്മുടെയൊക്കെ ജീവിതം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും മനോഹരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിൽ നമ്മയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. നമ്മൾ ഓരോരുത്തരും ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഈ ബാധ്യതകളെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നു. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബിന് നമ്മളറിയാം പ്രിയപ്പെട്ടവരെ, പടച്ചോനെ നമ്മളറിയാം. ആരും കാണാത്തോടത്തു റബ്ബ് നമ്മളെ കാണുന്നുണ്ട്. ഇവിടെ എന്നെ ആരും കാണുന്നില്ലല്ലോ അല്ലേ? പലപ്പോഴും നമ്മളെ ചിന്തയാ, ആരും കാണില്ലല്ലോ, അയലോക്കക്കാരത്തെ തീരെ കാണില്ല, മൂപ്പരും ഇല്ല, ഉമ്മയും വാപ്പയില്ല, ഉസ്താദും ഇല്ല, പിന്നെ പാരയെ പേടിക്കണേ? ഇനി ആരും കാണാണ്ടിരിക്കാൻ മാസ്ക് വിട്ടുകണ്, പിന്നെ ആരും കാണൂല്ലല്ലോന്ന്. പടച്ചോനെ, റബ്ബ് എന്നെ കാണുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരും കാണാത്തോടത്ത് പടച്ചോൻ എന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. റബ്ബിനറിയാം എൻ്റെ ഭക്തിക്ക്, എൻ്റെ അടിമയ്ക്ക് എത്ര സഹിക്കാൻ കഴിയുമെന്ന പടച്ചോൻ ആ സഹിക്കാൻ പറ്റുന്ന വേദനയെ എനിക്ക് തന്നിട്ടുള്ളൂ, സഹിക്കാൻ പറ്റുന്ന പരീക്ഷണയെ പടച്ചോൻ എനിക്ക് തന്നിട്ടുള്ളൂ. വീണ്ടും വീണ്ടും സമാധാനത്തിൻ്റെ വാക്കുകൾ പടച്ചോൻ നമ്മളോട് പറയാം. പിന്നെയും പറയാണ്, എനിക്ക് പ്രയാസം ഉണ്ട് എങ്കിലേ, എനിക്ക് വേദന ഉണ്ട് എങ്കിലേ, എല്ലാ പ്രയാസങ്ങളുടെയും കൂടെ ഒരു എളുപ്പമുണ്ട് കേട്ടോന്ന്. ഒരു തവണയല്ല, 2 തവണയാണ് പറയുന്നത്. ഒരേ ഇടങ്ങളിൽ പിന്നെയും പടച്ചോൻ നമ്മളോട് പറയാ, പ്രയാസങ്ങളുടെ കൂടെ ഒരു എളുപ്പമുണ്ട് കേട്ടോ, എല്ലാ പ്രയാസങ്ങളുടെയും കൂടെ ഒരു എളുപ്പമുണ്ട്, നീ അത് കാത്തിരിക്കുക. അതിൻ്റെ പിറകിലുള്ള മനഃശാസ്ത്രങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ പ്രയാസം മുഴുവനും സഹിച്ചു തീർക്കണം, ആ എളുപ്പം എത്താൻ എന്നല്ല പറഞ്ഞത്. എല്ലാ പ്രയാസത്തിൻ്റെയും ഒടുവിൽ എന്നല്ല പറഞ്ഞത്, എല്ലാ പ്രയാസങ്ങളുടെയും കൂടെ എളുപ്പമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ക്ഷമിക്കണം. പരീക്ഷണങ്ങളിൽ, വേദനകളിൽ ക്ഷമിക്കുന്നവന് അവൻ്റെ വേദന അവന് ഗുണം ചെയ്യുന്നതാണ് അല്ലേ? വിശ്വാസികളുടെ കാര്യം അത്ഭുതമാണെന്നാണ് പറയണത്. നമുക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ അത് പുണ്യ, അൽഹംദുലില്ലാ നമ്മൾ പറയും. നമുക്ക് സങ്കടമാണെന്നുണ്ടെങ്കിൽ, പരീക്ഷണങ്ങളാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ക്ഷമിക്കും, അതും പുണ്യ, അവിടെ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. അതുകൊണ്ട് എല്ലാ അവസ്ഥകളിലും പടച്ചോനെ മറക്കാതെ എൻ്റെ റബ്ബിൻ്റെ വാചകനുണ്ട്. വേറാരും ഇല്ലാത്തോടത്തും പടച്ചോനുണ്ട്. റൂമിൻ്റെ ഉള്ളിലാ കുറ്റിയിട്ടിട്ടുണ്ട്, കർട്ടൻ ഇട്ടിട്ടുണ്ട്, ഞാനും ഫോണും മാത്രമേ ഉള്ളൂ. ഒരീച്ച കുട്ടി അറിയില്ല ഇല്ലേ? ഓൺലൈൻ എന്താക്കും? ഓൺലൈനിൽ കാണാൻ നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യും?
ഹൈ നിങ്ങളെ കാര്യമല്ല എൻ്റെ ആളെ പറഞ്ഞേ, ഞങ്ങൾ നിലമ്പൂരുകാരേ, ഞങ്ങൾ മലപ്പുറംകാർ നിലമ്പൂരുകാരൊക്കെ ചിലപ്പോൾ അങ്ങനെയാ. ഓൺലൈനിൽ നിൽക്കുന്നത് കാണാണ്ടിരിക്കാൻ ഓൺലൈൻ എവ്രി വൺ എന്നുള്ളത് നോബഡി ആക്കൂല്ലേ. അപ്പോൾ ഓൺലൈനിലുള്ളതും കാണൂല്ലല്ലോ എന്ന്. ആരുമില്ല റൂമിൽ, ഞാൻ ഒറ്റയ്ക്ക്, ഞാനും ഫോണും ഒറ്റയ്ക്ക്, ആരുമില്ല. വീണ്ടും 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 ആ തെറ്റ് ചെയ്തോ എന്ന് പറയാൻ നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞു നിൽക്കുന്ന പിശാച് നമ്മളെ കൂടെ ഉണ്ട് എങ്കിൽ പിശാചിനേക്കാളും എൻ്റെ അടുത്തിൻ്റെ പടച്ചോനുണ്ട്, പടച്ചോൻ കാണുന്നുണ്ട് എന്ന ചിന്തയിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തേണ്ടത്. ഇത് തന്നെയാണ് എന്നെ നന്നാക്കാൻ ഞാൻ ആദ്യം ചെയ്യേണ്ടത്. എല്ലായിടത്തും ഉണ്ട് റബ്ബുണ്ട് എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ എത്താം. അടുക്കളയിൽ പോലും നമ്മളെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ ഉണ്ടാവില്ലേ. പ്രാഗി പറഞ്ഞ് കറി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലാന്നർത്ഥം ഇല്ലേ. ഇങ്ങനെ ഇടിക്കണ ഒരു സാധനം ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ അതിന് ഒലക്കാന്നാ പറയാ. ഇവിടെ ഒലക്ക തന്നെയാ. അപ്പം ആ സാധനത്തിൻ്റെ പേര് പറഞ്ഞിട്ടാ തുടങ്ങുക അല്ലേ. എൻ്റെ ജീവിതം എങ്ങനെയായല്ലോ എന്ന്. ചായ ഉണ്ടാക്കുമ്പോഴേ, അല്ലെങ്കിൽ നാസ്ത ഉണ്ടാക്കുമ്പോൾ, സാമ്പാർ ഉണ്ടാക്കുമ്പോൾ, പൊന്നാരണ്ടകളെ ഈ ചായയും സാമ്പാറും നാസ്തയൊക്കെ വെറുതെ ആയില്ലേ. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, നീയത്തുമല്ലേ ഇതൊക്കെ കിടക്കണത്. ഞാൻ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ പിന്നെ ആലൊക്കെൻ്റെ പേര് അത് പറഞ്ഞിട്ട് പറയാം, എൻ്റെ പണി ഇതായല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മൈക്ക് പിടിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? എൻ്റെ വീട് കിടക്കണത് നിലമ്പൂരിൽ നിന്ന് 13 കിലോമീറ്റേഴ്സ് പോകണം. എടക്കര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടുന്ന് ഇന്ത്യകളെ ഒരു 30 കിലോമീറ്റർ കൂടെ പോയാൽ പിന്നെ ഊട്ടി കേട്ടിട്ടില്ലേ നിങ്ങൾ? തമിഴ്നാടേ ബോർഡറാ. അപ്പം കേരളത്തിൻ്റെ ഒരു അറ്റത്തുനിന്ന് ആ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ പ്രാഗി പറഞ്ഞ് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് നീയത്താ. പഠിച്ചോനെ ഒരാളെങ്കിലും പ്രയാസത്തിൽ നിന്ന് മാറ്റം വന്നാൽ എന്ന നീയത്തുണ്ടോ പഠിച്ചോൻ സ്വീകരിക്കും. ചായ ഉണ്ടാക്കുമ്പോൾ ചായക്ക് അപ്രീസിയേഷൻ ഒന്നും ചിലപ്പം കിട്ടൂല. അന്ന് രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്ത് രസാടി എൻ്റെ ചായ കുടിച്ച് ഓഫീസിൽ അങ്ങോട്ട് പോയാണ്ടല്ലോ, എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ചായ കുടിച്ച് പണിക്ക് പോയാൽ വല്ലാത്തൊരു എനർജി ആടീന്ന് കേൾക്കണ മഹല്ലുകാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയ്യൊക്കിക്കോളിന്ന്. വെരി ഗുഡ്. മുമ്പിൽ നിങ്ങൾ രണ്ടാളും പുയാപ്പിളാർ ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല, പുറത്താ. ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷം. ഇവിടെ ഇല്ലാത്തോണ്ടല്ലേന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാട്ടോ. ആത്മാർത്ഥമായിട്ട് ഒരു നെഞ്ചു തട്ടി പറഞ്ഞതാ. ഞങ്ങൾക്ക് കിട്ടലുണ്ട്. അപ്പൊ കിട്ടുന്നവര് ചിന്തിക്കുക അൽഹംദുലില്ലാന്ന്, കിട്ടാത്തവരും ചിന്തിക്കുക എന്തുകൊണ്ടാണ് കിട്ടാത്തത്. കൊടുക്കാത്തവരിവിടെ ഉണ്ട്. കൊടുക്കാത്തവരും ആലോചിക്കുക എന്താ ഒന്ന് കൊടുത്തു വെച്ചിട്ട് എനിക്ക് വല്ലതും നഷ്ടപ്പെടുവോ? പറഞ്ഞു വരുന്നത്, ദിവസവും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പടച്ചോൻ നമുക്ക് ബർക്കത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പടച്ചോന് പുണ്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞു വന്നത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എല്ലാ കാര്യങ്ങളും നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രാവിലെ അടുക്കളയിൽ കയറി നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട്, സതുദ്ദേശത്തോടു കൂടിയിട്ട് കുറ്റം പറച്ചിലുകളൊക്കെ കേൾക്കും, ചീത്ത പറച്ചിലുകളൊക്കെ കേൾക്കും, വഴക്ക് കേൾക്കും. എന്നാലും ഇതൊക്കെ കേട്ടാലും എനിക്കുള്ളത് ആര് തരും? പടച്ചോൻ തരുമെന്ന നെയ്യത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പരലോകമോക്ഷം അതിനെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ എൻ്റെ ജന്മം തന്നെ, എൻ്റെ ജീവിതം മുസ്ലിമായി ജനിച്ച എൻ്റെ ആ ഇസ്ലാം മതവിശ്വാസിയാവുക എന്ന കർമ്മ പൂർത്തീകരണമാണ് എൻ്റെ ജന്മം കൊണ്ട് ഞാൻ ചെയ്യേണ്ടത്. ഈ ആരാധനാ കർമ്മങ്ങൾ ഓരോന്നും, ഓരോ ഇബാദത്തുകളും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും നമ്മൾ പൂർത്തിയാക്കുമ്പോൾ നാളെ ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ബാധ്യതയിലേക്ക് നമ്മൾ കടക്കണം. എന്നെ നന്നാക്കണം, ഓനെ നന്നാക്കണം, ഓളെ നന്നാക്കണം. അതുകൊണ്ട് എന്നെ നന്നാക്കുക എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് രണ്ടാമത്തെ എൻ്റെ ബാധ്യത ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മകളായി ജനിച്ചവളാണ്. മുസ്ലിമായി ജനിച്ച ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മകളായി ജനിക്കുകയാണ്. എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി ജനിക്കുകയാണ്. പഠിച്ചോ, നാളെ എന്നോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാ, നീ നിൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഏറ്റവും മികച്ച മകളായിരുന്നോ?
നീ നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഏറ്റവും നല്ല മകനായിരുന്നു. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ബബ്ബ പഠിക്കാൻ പറ്റൂല. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉത്തരം കിട്ടാണ്ടിരിക്കാൻ പറ്റൂല. കാരണം എൻ്റെ സ്വർഗ ആര്? എൻ്റെ ഉമ്മയും ഉപ്പയും. പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് അവൾ നിന്നെ ഗർഭം ചുമന്ന് നടന്നു. അത് കഴിഞ്ഞ് അതിലേറെ പ്രയാസം സഹിച്ച് 2 വയസ്സ് വരെ നിനക്ക് പാലൂട്ടി. അതുകൊണ്ട് നീ എന്നോടും നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കുക എന്ന പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് പറയണത് അത്രയേറെ ജാഗ്രതയിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒന്നാണ്. ആരാധനാ കർമ്മങ്ങളിൽ പടച്ചോനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ, അള്ളാഹുവിനോടുള്ള ആരാധനാ കർമ്മങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പുണ്യം ലഭിക്കുന്നത് എന്തിനാണെന്നറിയോ? ഉമ്മാനോടും ഉപ്പാനോടുള്ള ബാധ്യതാ പൂർത്തീകരണത്തിലാണ്. ചെറുതല്ല, ചെറിയ ബാധ്യതയല്ല നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ളത്. എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ സ്വർഗമാണ്. അവരിൽ ഒരാളോ 2 നിന്നരികിൽ വെച്ച് വാർദ്ധക്യം ബാധിക്കുകയാണ് എങ്കിൽ നീ അവരോട് എന്നൊരു വാക്ക് പോലും പറയരുതെന്നാണ് പറയണത്. എന്നൊരു വാക്ക് പോലും പറയരുതെന്ന് വളരെ മനഃശാസ്ത്രപരമായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത്. പ്രായമാവുമ്പോൾ എല്ലിനും പല്ലിനും മാത്രമല്ല തേയ്മാനം സംഭവിക്കുക. എല്ലുകളും പല്ലുകളും ഒക്കെ ഡീജനറേറ്റഡ് ആവുമ്പോൾ തേയ്മാനം സംഭവിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾക്കും തേയ്മാനം സംഭവിക്കുന്നുണ്ട്. തലച്ചോറിനും തേയ്മാനം സംഭവിക്കുന്നുണ്ട്. തലച്ചോറിന് തേയ്മാനം സംഭവിക്കുമ്പോൾ ബുദ്ധിക്കും ചിന്തയ്ക്കും തേയ്മാനം സംഭവിക്കും. അതുകൊണ്ട് എന്ന് പറയിപ്പിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. വയസ്സാവുമ്പോൾ എന്ന് പറയത്തക്ക രൂപത്തിൽ ഉമ്മയും വാപ്പയും പെരുമാറും. പക്ഷേ പറയരുത്, എന്നൊരു വാക്ക് പോലും പറയരുതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവരെ വാർദ്ധക്യം ബാധിച്ച് അവരെ നീ പരിപാലിച്ച് നിന്റെ അരികിൽ വെച്ച് അവർ മരണപ്പെടുകയാണ് എങ്കിൽ നിനക്ക് സ്വർഗമാണ് എന്ന പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര വലിയ ഡോക്ടറായിട്ടും കാര്യമില്ല, എത്ര വലിയ ഡോക്ടറായിട്ടും കാര്യമില്ല പ്രിയപ്പെട്ടവരെ, എത്ര വലിയ എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല, വലിയ പ്രശസ്തനോ പ്രഗത്ഭനോ ആയ ആളായിട്ട് കാര്യമില്ല, പണക്കാരനായിട്ട് കാര്യമില്ല, പേരും പ്രശസ്തിയും പെരുമയുള്ള ആളായിട്ട് കാര്യമില്ല, വലിയ ഉദ്യോഗസ്ഥനായിട്ട് കാര്യമില്ല. ഉമ്മാനെയും ഉപ്പാനെയും പരിചരിക്കുന്നില്ലേ, അവരെ നോക്കുന്നില്ലേ, അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ, ഈ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. സ്വർഗം കിട്ടാൻ എന്താ പടച്ചോൻ്റെ റസൂലെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നിട്ട്. പറയണത് എന്താണെന്നറിയോ? നമസ്കാരം സമയത്ത് നിർവഹിക്കുക. ഒന്നാമത്തെ കാര്യം നമസ്കാരം സമയത്ത് നിർവഹിക്കുക. പിന്നീട് എന്താ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് പറഞ്ഞത് എന്താണെന്നറിയോ? മാതാപിതാക്കളെ സ്നേഹത്തോടെ പരിപാലിക്കുക. മാതാപിതാക്കളെ സ്നേഹത്തോടെ പരിപാലിക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. അപ്പോൾ വീണ്ടും ചോദിക്കുക, യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം നമുക്കില്ലെങ്കിലോ? പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി എന്താണെന്നറിയോ? യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എങ്കിൽ വീണ്ടും പറയാം, നീ നിൻ്റെ ഉമ്മയെയും ഉപ്പയെയും സ്നേഹത്തോടെ പരിപാലിക്കുക എന്ന്. അത്രയേറെ പ്രാധാന്യമുണ്ട്. പ്രായമായ ഉമ്മാനെയും ഉപ്പാനെയും പരിപാലിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ഞാൻ ആരും ആയിക്കോട്ടെ, എത്ര പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഉമ്മാനെയും വാപ്പാനെയും നോക്കിടില്ല. ഓരെ നോക്കാൻ വേലക്കാളെ നിർത്തി, ഓരെ നോക്കാൻ ഹോം നേഴ്സിനെ നിർത്തി, അല്ലെങ്കിൽ ഓലെ തട്ടിക്കളിക്കുക. ഒരു ഉമ്മ മതി, ഒരൊറ്റ ഉമ്മയും വാപ്പയും മതി 10, 12, 16 മക്കളെ നോക്കാൻ. പക്ഷേ ഉണ്ടല്ലോ, ഒരു ഉമ്മാനെയും വാപ്പാനെയും നോക്കാനേ 16 മക്കൾക്കും തികയണില്ല. 16 മക്കൾക്കും ഒരു ഉമ്മാനെയും ഉപ്പാനെയും നോക്കാൻ പറ്റുന്നില്ല. പ്രയാസ ടോസ് ഇടുക അല്ലേ? ഉമ്മ കിടപ്പിലായപ്പോഴേ മക്കൾ തമ്മിൽ പറയാ, ആരാ ഇനിയിപ്പം നോക്കുക? അങ്ങനെയാണെങ്കിൽ ഓരോ മാസം ഓരോരുത്തരും നോക്കട്ടെ അല്ലേ? ആർക്കും ഒരു ബാധ്യത ആവാൻ പാടില്ലല്ലോ. എല്ലാവർക്കും ഇല്ലേ പ്രാരാബ്ദങ്ങൾ, എല്ലാവർക്കും ഇല്ലേ പ്രയാസങ്ങൾ എന്ന്. ഒരു ഉമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഡിസ്ചാർജ് ആക്കാൻ നേരെ ഉമ്മാനെ കൊണ്ടുപോകാൻ കുട്ടികളില്ല. എങ്ങനെയുണ്ട്? അഡ്മിറ്റ് ആക്കാനൊക്കെ കുട്ടികൾ തന്നെയാണ് കൊണ്ടുവന്നേ. ഡിസ്ചാർജ് ആക്കാൻ നേരെ ഉമ്മാനെ കൊണ്ടുപോകാൻ ആരുമില്ല. അങ്ങനെ ഹോസ്പിറ്റൽ അധികൃതർ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസിലെത്തിക്കുകയാണ് ഉമ്മാനെ. പോലീസ് സ്റ്റേഷനിലെത്തി. ഉമ്മാൻ്റെ അടുത്ത് തന്നെ മക്കളുടെ അഡ്രസ്സൊക്കെ കിട്ടി. 2-3 കുട്ടികളൊക്കെ പോലീസ് സ്റ്റേഷനിലെത്തി. കുട്ടികളോട് ചോദിക്കുക, ഉമ്മാനെ കൊണ്ടുപോണ്ടേ? അപ്പം മൂത്ത കുട്ടി, എനിക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്,
കാരണം എൻ്റെ മോൻ 10ാം ക്ലാസ് പഠിക്കാന്ന്. മൂത്ത മോന് 10ാം ക്ലാസ് പഠിക്കുക. ഉമ്മ പുരയിലുണ്ടായ ഓൻ്റെ പഠിത്തം കൊള്ളാവും. ഓന് പഠിക്കാൻ ബുദ്ധിമുട്ടാ. വയസ്സായ ഉമ്മയല്ലേ, ചിലപ്പോൾ ഇങ്ങനെ ചുമച്ചും പ്രയാസം പറഞ്ഞും ബുദ്ധിമുട്ട് പറഞ്ഞും സംസാരമൊന്നും ചിലപ്പം ഒരു ലിമിറ്റൊന്നും ഇല്ലാണ്ട് അങ്ങനെയൊക്കെ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, ഇറങ്ങിയൊക്കെ പോവും. ചിലപ്പോൾ എന്താ ചെയ്യുന്നതെന്നൊന്നും ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല, ഒരു അറിവും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ പഠിത്തത്തിന് അത് ബുദ്ധിമുട്ടാന്ന് മൂത്ത കുട്ടി. രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, ഞാനും ഓളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, ഞങ്ങൾ രണ്ടാളും ജോലിക്കാരാ. അപ്പം ഉമ്മനെ കൊണ്ടയാ ഞങ്ങൾക്ക് രണ്ടാൾക്കും ലീവ് എടുക്കാൻ കഴിയൂല, ജോലിയല്ലേ, ജോലി രാജിവെച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാനും കഴിയൂല എന്ന്. മൂന്നാമത്തെ കുട്ടിയും ഇതുപോലെയുള്ള എന്തോ ഒരു കാരണം പറഞ്ഞു. അപ്പോൾ പോലീസ് ചർച്ചയ്ക്കൊടുവിൽ പോലീസ് പറയാണ്, ഉമ്മൻ്റെ പേരിൽ കുറച്ചെന്തോ ഉണ്ട്, കുറച്ച് പൈസ എന്തോ ഉണ്ട്, സമ്പാദ്യം എന്തോ ഉമ്മൻ്റെ പേരിലുണ്ട്, നമുക്കിത് എന്ത് ചെയ്യാം, ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഒരുമ്മാനെ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ വേണ്ട, ഞങ്ങൾ തന്നെ നോക്കാം. അപ്പോൾ പോലീസ് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ സമ്പത്ത് സ്വത്തല്ലേ, പുറത്ത് പോകണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ അത് ഓഹരി വെച്ചിട്ട് എടുക്കാം, മക്കളെന്നെ നിങ്ങൾ ഓഹരി വെച്ചിട്ട് എടുത്തോളി എന്ന് തീരുമാനം പോലീസ് പറഞ്ഞപ്പോഴേ മൂത്തവൻ പറയാ, 10ാം ക്ലാസ് അല്ലേ, ഓ മോളിൽ റൂമിൽ കുറ്റിയിട്ടിരുന്നോളൂന്ന്. നേരത്തെ ഇല്ലാത്ത കുറ്റി റൂമൊക്കെ ഇവിടുന്ന് ഉണ്ടായി. ഹൈ, നേരത്തെ പുരക്ക് മോളും ഇല്ലേനു, റൂമും ഇല്ലേനു, റൂമിന് കുറ്റിയില്ലേനു ഇല്ലേ. മറ്റോല് രണ്ടാളും പറഞ്ഞ്, ഇടക്ക് മൂപ്പര് ലീവ് എടുത്തോട്ടെ, ഇടക്ക് ഞാനും ലീവ് എടുക്കാം. ഗവൺമെൻറ് ജോബിന് ക്യാഷ്വൽ ലീവ് ഇല്ലേ, അതുവരെ ഇല്ലാത്ത ക്യാഷ്വൽ ലീവ് എവിടുന്നേ വന്നു? നമ്മൾ ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ, ആരോടാ ഇത്രയേറെ ഇങ്ങനെയൊക്കെ സംസാരിക്കത്തക്ക രൂപത്തിൽ നമ്മളെ വളർത്തി വലുതാക്കി ഈ ചുറുക്കും ഈ എനർജിയൊക്കെ നമുക്ക് നേടിത്തന്ന ഉമ്മാനെ വാപ്പാനെ നമ്മൾ ആരൊക്കെയോ ആയപ്പോൾ ഓരമ്മക്ക് വേണ്ടാന്ന്. ഹൈ, നിങ്ങളൊന്ന് മിണ്ടാണ്ടിക്ക്, അല്ലെങ്കിൽ ഇങ്ങക്ക് എന്താ അറിയാ, പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞു പോണതല്ലേ, നിങ്ങളൊന്ന് മിണ്ടാന്നുണ്ടാണ് എവിടെ, ഒക്കെ ഞാൻ തീരുമാനിച്ചോളാം, അല്ലെ നിങ്ങളൊന്ന് സംസാരിക്കേണ്ടതാണൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, അല്ലെ നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് അറിയാം, നിങ്ങളിതിൽ ഇടപെടണ്ട. ആരോടും അതൊക്കെ പറയണത്? പ്രിയപ്പെട്ടവർ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് വെറും വാക്കായിരിക്കാം, അവിടെ പിടയുന്നത് ആ ഉമ്മാൻ്റെയും വാപ്പാൻ്റെ ഹൃദയമാണ്. ആ ഉമ്മയും ഉപ്പയും ഈ പരിഗണനയും സ്നേഹമൊക്കെ തന്നാ നമ്മളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത്. നമ്മൾ എവിടെയോ എത്തി എന്നുള്ളത് വെറും ധാരണയാ, വെറും അഹങ്കാരം മാത്ര. ഈ മൈക്ക് ഇവിടെ വെച്ച് എനിക്ക് എൻ്റെ വണ്ടിയിൽ വീട്ടിലേക്ക് മടങ്ങാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. ഈ ഉള്ളിലേക്കെടുത്ത ശ്വാസം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി പുറത്തേക്ക് വിടുന്നത് എൻ്റെ ക്രെഡിബിലിറ്റി അല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ പടച്ചോൻ്റെ കഴിവാണ്. 72 തവണ ഒരു മിനിറ്റിൽ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയമില്ലേ, എൻ്റെ ശ്വാസകോശമില്ലേ, ഇതൊക്കെ പ്രവർത്തിക്കണതേ ഡോക്ടർ ഫർഹാൻ ഔഷാദ് വലിയ ആളായിട്ടൊന്നും അല്ല, പടച്ചോൻ്റെ തീരുമാനാ, റബ്ബിൻ്റെ തീരുമാനാ. ഇതൊക്കെ നിൽക്കാനൊരു നിമിഷം മതിയെന്ന്. എന്നിട്ട് അഹങ്കാരം, ഉമ്മാനെ നോക്കാൻ വയ്യ, വാപ്പാനെ നോക്കാൻ വയ്യ, എനിക്ക് തിരക്കല്ലേ. എന്ത് തിരക്ക്? ഈ തിരക്കൊക്കെ ഉണ്ടാവുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചതാരാ? ഈ ഉമ്മാൻ്റെ വാപ്പാൻ്റെ അധ്വാനാ, ഈ ഉമ്മാൻ്റെ വാപ്പാൻ്റെ കഷ്ടപ്പാടാ, ഈ ഉമ്മാൻ്റെ വാപ്പാൻ്റെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ടൊരു നിമിഷം എത്തിയപ്പോൾ മകന് 10ാം ക്ലാസ് ആയതുകൊണ്ട് ഉമ്മാനെയും വാപ്പാനെയും പോരേന്ന് പറഞ്ഞേക്കുക അഞ്ചൻ്റെ വീട്ടിക്ക്, അല്ലെങ്കിൽ പെങ്ങളെ വീട്ടിക്ക്. ഇതാണോ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മാതൃക, കാണിച്ചു കൊടുക്കുന്ന മാതൃക? ആ കുട്ടി മനസ്സിലാക്കുന്നത് എന്താ? ആ കുട്ടി മനസ്സിലാക്കേണ്ടത് എന്താ? ഏത് 10ാം ക്ലാസ്സും ആയിക്കോട്ടെ, വല്യമ്മയും വല്ലിപ്പയും കഴിഞ്ഞിട്ടേ ഉള്ളൂന്ന്. വല്യമ്മാൻ്റെയും വല്ലിപ്പാൻ്റെയും പ്രയാസങ്ങളൊക്കെ കണ്ടും അവരെ പരിചരിച്ച് ശീലിച്ചും മക്കൾ പഠിക്കട്ടെ, മക്കൾ വളരട്ടെ. ഏത് വിദ്യാഭ്യാസമാണ് നിങ്ങൾ മക്കൾക്ക് നൽകുന്നത്? ഒരു സംഭവമാണ്, വാപ്പ ഡോക്ടറാ, ഉമ്മയും ഡോക്ടറാ, മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ ഡോക്ടേഴ്സാക്കി. ഇന്ത്യയിലൊന്നല്ല, ഇന്ത്യൻ്റെ പുറത്തുള്ള രാജ്യങ്ങളിലെ വലിയ സൂപ്പർ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സാ. വാപ്പ പെട്ടെന്ന് മരണപ്പെട്ടു. വാപ്പനെ കാണാൻ വേണ്ടിയിട്ട് മക്കളെത്തി. അവരുള്ള രാജ്യത്തു നിന്നൊക്കെ അവർ നാട്ടിലെത്തുകയാണ്. ഒരൊറ്റ മകനേ ഉള്ളൂ, ബാക്കി 2 പെൺകുട്ടികളാ. സ്വാഭാവികമായും 10,000 ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്ന ജനാസ നമസ്കരിക്കാൻ നിൽക്കുക. മകനാണ് ഇമാമ നിൽക്കുക അല്ലേ? മകനുണ്ടാവുമ്പോൾ മക്കളുണ്ടാവുമ്പോൾ മക്കളാണല്ലോ നിൽക്കുക. മോൻ ഇമാമ നിന്ന് തക്ബീർ കെട്ടി, കൂടെ എല്ലാവരും തക്ബീർ കെട്ടി. അടുത്ത തക്ബീറിൽ മോന് റുക്കൂക്ക് പോവുക.
മയ്യത്താ നിസ്കരിക്കണത്. പ്രിയപ്പെട്ടവരെ, മയ്യത്ത് നിസ്കാരത്തിൽ റുക്കോഴുണ്ടോ സുജൂദുണ്ടോ എത്ര തക്ബീർ ഉണ്ട് എന്ന് പോലും അറിയാത്ത മകന് ബാപ്പാക്ക് എന്തേ കിട്ടി മകനെ കൊണ്ട്? ഈ വാപ്പയ്ക്ക് എന്ത് ഗുണം കിട്ടി മകനെ കൊണ്ട്? മകനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഇത്രയും വലിയ ഏർണിങ്സ് ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥനാക്കി മാറ്റി. ഒടുവിൽ വാപ്പയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പോലും അറിയാത്ത മക്കളാക്കി നമ്മൾ വളർത്തണ്ട. നമ്മൾ കുട്ടികൾക്ക് ദീന് കൊടുക്കണം, ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കണം. എൻ്റെ കുട്ടി ഒന്നും അറിയണ്ട, ഓൻ ആ റൂമിലിരുന്ന് പഠിക്കട്ടെ, ഓന് സുഖങ്ങൾ മാത്രം. ഓൻ ഒരു പെൻസിൽ ചോദിച്ചാൽ ഒരു പെട്ടി പെൻസിൽ വാങ്ങിക്കൊടുക്കുക.